ദൈവം അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരിക്കലെങ്കിലും ഭൂമിയിൽ അവതരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ജർമ്മനിയിലെ യൂറോ കപ്പ് വേദിയിൽ പ്രത്യക്ഷമായതും. വിധിക്ക് മുന്നിൽ ഒറ്റയ്ക്ക് പോരാടി വിജയിച്ചവൻ്റെ പരാജയം കൊട്ടി ആഘോഷിക്കുവാൻ വിമർശക ലോകം മുഴുവൻ കാത്തുനിന്നു. ചതിയനായി മുദ്രകുത്തുവാൻ ഫുട്ബോൾ ചരിത്രം വരെ ഒരുങ്ങി നിന്നു. ഇത്രനാൾ അയാൾ ത്യജിച്ച ത്യാഗങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ കാലം പോലും മുഖം തിരിച്ചു നിന്നു. ഹൃദയത്തിൽ മനഃശക്തിയുടെ ഉരുക്കുകോട്ട കെട്ടിയവൻ പോലും പാപഭാരമേന്തി ഫ്രാങ്ക്ഫർട്ട് മൈതാനത്ത് പച്ചയ്ക്ക് സ്വയം ദഹിച്ചുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ഈ മത്സരം അങ്ങനെ അവസാനിച്ചിരുന്നുവെങ്കിൽ ഗാലറിയിൽ ആ അമ്മ വീഴ്ത്തിയ കണ്ണുനീരിൻ്റെ പാപം സാക്ഷാൽ ദൈവത്തിന് പോലും കഴുകിക്കളയുവാൻ സാധിക്കുമായിരുന്നില്ല. അയാളുടെ വിധിയോടുള്ള ചെറുത്തുനിൽപ്പിനെയും പോരാട്ടത്തെയും മാത്രം അതുവരെ കാണാൻ ആഗ്രഹിച്ചിരുന്ന, അതിനാനന്ദിച്ചിരുന്ന ദൈവം പലപ്പോഴും നീതിമാനായി ഒരിക്കലും അയാളുടെ മുന്നിൽ അവതരിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ നിമിഷം അത് സംഭവിക്കാതിരുന്നാൽ തൻ്റെ ദൈവികതയ്ക്ക് പോലും കളങ്കമേൽക്കപ്പെടുമെന്ന് തോന്നിക്കാണണം. എന്നാൽ പക്ഷേ പെനാൾട്ടി നഷ്ടപ്പെട്ട 105-ാം മിനിറ്റിന് ശേഷം തിരികെ വരാമെന്ന് കരുതിയ പ്രതീക്ഷയുടെ അവസാന കനവ് മണയാൻ തുടങ്ങിയ നിമിഷം പെപ്പയെ മറികടന്ന സ്ലൊവേനിയൻ സ്ട്രൈക്കറുടെ വലങ്കാലിൽ നിന്നും പോർച്ചുഗൽ സ്വപ്നങ്ങളെ ആകമാനം അവസാനിപ്പിക്കാൻ ശേഷിയുള്ള ആ ഷോട്ട് ഉതിരുകയായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുമെന്ന് കരുതിയ നിമിഷം പക്ഷേ ഡീഗോ കോസ്റ്റ എന്ന 24-കാരൻ്റെ രൂപത്തിൽ ദൈവത്തിന് അവതരിക്കേണ്ടി വന്നു. കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങളും വിശ്വാസങ്ങളും ഇടംകാലുകൊണ്ട് അയാൾ പുനർജീവിപ്പിക്കുന്നു. ശേഷം തുടർന്നുണ്ടായ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഒരു പരീക്ഷണങ്ങൾക്ക് പോലും അവസരം നൽകാതെ 3 ഷുവർ സേവുകൾക്ക് വേണ്ടി കോസ്റ്റയുടെ കരങ്ങൾക്ക് മാന്ത്രിക ശക്തി പകരുന്നു. ദൈവം അങ്ങനെയാണ്, നേരിട്ട് അവതരിക്കുകയല്ല പതിവ്. അത് മനുഷ്യരുടെ രൂപത്തിൽ ഭൂമിയിൽ തന്നെ നിയോഗിക്കപ്പെടും. കോസ്റ്റ ഒരുപക്ഷെ ദൈവാവതാരമാവുകയില്ല. ഈ നിമിഷങ്ങൾ ദൈവാനുഗ്രഹം മൂലം അയാളിനെ സൃഷ്ടിക്കപ്പെട്ടതുമാവുകയുമില്ല. പക്ഷേ ആ നിമിഷം റൊണാൾഡോ എന്ന അധികായകന് വേണ്ടി സ്വയം വെള്ളി വെളിച്ചം പോലെ രൂപപ്പെട്ടവനായിരുന്നു. രക്ഷകനായ ഡീഗോ കോസ്റ്റ പോർച്ചുഗലിൻ്റെ വിശ്വാസം കാക്കുന്നു. നിർഭാഗ്യം വേട്ടയാടിയ ഫുട്ബോൾ രാജാവായ തൻ്റെ സ്വന്തം നായകന് ശാപമോക്ഷം നേടിക്കൊടുക്കുന്നു. കണ്ണീരണിഞ്ഞ കവിളിത്തടത്തിൽ വീണ്ടും പുഞ്ചിരി പടർത്താൻ കാരണക്കാരനാകുന്നു. തൻ്റെ അവസാനം ഇത്രയും മോശമായി അവസാനിക്കുമെന്ന് ചിന്തിച്ച് ശാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വഴുതി വീണപ്പോൾ ശാപമോക്ഷമെന്നോണം നീട്ടിയ കരങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്ന് റൊണാൾഡോയും വിശ്വസിക്കുന്നുണ്ടാകും. അതെ, നന്ദി കോസ്റ്റ, അയാളെ രക്ഷിച്ചതിന്.